ഇത് കണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മുടെ സൗദി രാജ്യത്തെ ഖർച്ച് എന്ന സിറ്റി. അതെ, ഇതാണ് ഖർച്ച്. കൃഷികളും കുറേ ഫാർമേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു മനോഹരമായ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ സൗദിയിൽ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്നെന്നല്ല, പല ദിവസങ്ങളായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നൊരു ചെറിയ പ്രത്യേകതകളുണ്ട്. ഇവിടെ ഇന്നൊരു പൊടിക്കാറ്റിൻ്റെ ദിവസമാണ്. പൊടിക്കാറ്റെന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും അല്ലാട്ടുള്ളൂ, നല്ല പൊടിക്കാറ്റാണ്. അങ്ങ് ദൂരെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഫുൾ മോയ്സ്ചറായി ഫുൾ ഡസ്റ്റിയായി കിടക്കുന്നതാണ്. ഇവിടെ മഴയത്ത് മാത്രമല്ല, പൊടിക്കാറ്റിൻ്റെ സമയത്തും കാറിലെ വൈപ്പേഴ്സ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യണം. അത്രയും പൊടിക്കാറ്റാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഞാൻ ഈ ജനലിൽ കൂടെ നോക്കിയിരിക്കുന്ന സമയത്ത് എനിക്കൊരാഗ്രഹം, ഈ പൊടിക്കാറ്റിലൊരു പൊടിക്കൈ ആയാലോ. അതെ, ഇന്നൊരു ചെറിയ പൊടിക്കൈ ഒന്നുമല്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ഗോബി മഞ്ചൂരിയൻ്റെ പൊടിക്കൈ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, സദാ മഞ്ചൂരിയൻ ഉണ്ടാക്കി മടുത്ത ബാച്ചിലേഴ്സ് ആയിട്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ചെറിയൊരു പൊടിക്കൈ എന്തെന്നല്ലേ നോക്കാം നമുക്ക്. സോ വെൽക്കം ടു മിനിമലിസ്റ്റ് ട്രാഫോ ബൈ ശ്രീദേവി. ഓക്കെ, നമുക്ക് ഇനി എങ്ങനെ കുക്ക് ചെയ്യാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളതൊക്കെ കിടക്കാം. ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊന്ന് ക്ഷമിക്കണമെന്ന് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. ഒന്നുമില്ല, നമ്മളിവിടെ കഴുകി വൃത്തിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമുക്ക്. ഇതെന്ന് പറയുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റാക്കി എടുക്കാം, കട്ട് ചെയ്യുന്നതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കട്ട് ചെയ്ത് ഓൾറെഡി വച്ചത് കൊണ്ട് ഞാൻ എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ചെറിയ ഈ ഒരു പോർഷനിൽ രണ്ടും കൂടെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, ആവശ്യത്തിലധികം കുറച്ച് ഇഞ്ചി, ആ ഒരു രീതിയിൽ ഇത് എടുക്കാം. ഇത് ക്യാപ്സിക്കം ഞാൻ കുനുകുന ഒരു മീഡിയം സൈസിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു 1.5 ഉള്ളിയുണ്ട്, വലിയ ഉള്ളി വലുത് രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടൊമാറ്റോ നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിന് പുറമെ ഒബ്വിയസ്ലി നമുക്ക് ഇനി അടുത്തത് വേണ്ടത് കോളിഫ്ലവർ ആണ്. നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോളിഫ്ലവർ. ഈ കോളിഫ്ലവർ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് 4-5 പ്രാവശ്യം വൃത്തിയായി സാധാ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ല ചുടുവെള്ളത്തിൽ കുറച്ച് നേരം നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ഇട്ട് വെക്കണം. അതൊരു അരമണിക്കൂർ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ കഴുകി ഒന്നും കൂടെ ഞാൻ നോർമൽ വാട്ടറിൽ കഴുകിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കപ്പോൾ ഇത്രയും നമ്മൾ ഡ്രൈ ചെയ്തെടുത്ത ഈ ഒരു കോളിഫ്ലവറിലോട്ട് നമ്മളിത് എളുപ്പത്തിൽ ചെയ്യാണ്. ഇത്രയും സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്, ആവശ്യത്തിന് ഉപ്പിടുകയാണ്, കാശ്മീരി ചില്ലി അതിടുകയാണ് കുറച്ച്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിൻ്റെ കാശ്മീരി ചില്ലിയാണ്. പിന്നെ കുറച്ച് നമുക്ക് കോൺഫ്ലോർ ഇടാം. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കോൺഫ്ലോർ. ഇത്രയും ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ മെയിനായിട്ട് കോൺഫ്ലോർ തന്നെയാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോറിന് ഇതിന് പുറമെ കുറച്ച് സോയാ സോസ്, കുറച്ച് മൈദ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടായിരിക്കാം എനിക്കതിടാനൊട്ടും താല്പര്യമില്ല. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയിലോട്ട് കിടക്കാം. നമ്മുടെ കോളിഫ്ലവർ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായി നമ്മളിപ്പോൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അങ്ങനെ നമ്മളത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ഇതൊന്നും പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാവരും കൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സാധാ സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് ഇടാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വല്ലാതെ കരിഞ്ഞു പോകത്തില്ല. ഓക്കെ, അപ്പം ഞാനത് ഓൾറെഡി നല്ല ഹീറ്റ് ആയതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി ഇടുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒരു മീഡിയം സൈസിൽ സോട്ട് ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നോക്കാം. ഓക്കെ, ഇപ്പം ഏകദേശം അതൊരു ബ്രൗൺ ആയിട്ടില്ല, പക്ഷെ നമുക്കതൊരു ഫ്ലേവർ വരാൻ തുടങ്ങി കേട്ടോ. ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എണ്ണയിൽ കിടന്ന് മുരിയുന്നതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ തുടങ്ങി. നമ്മൾ ആ ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെല്ലുള്ളി ഇങ്ങനെ ഇടാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആ വെളുത്തുള്ളി ഇഞ്ചി ഒരുപാട് സോട്ട് ചെയ്യാതെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് എണ്ണയിൽ കിടന്ന ഒന്നും കൂടെ അതൊന്ന് ഭയങ്കര ബ്രൗൺ ആവും. പിന്നീട് അത് അങ്ങനെ കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കും വരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഒന്ന് സോട്ടാവുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി
ഇഞ്ചിയും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഓക്കെ, നമുക്ക് ഈ ഉള്ളിയൊക്കെ അങ്ങനെ ഒന്ന് ജസ്റ്റ് കുത്തി ശരിയാക്കാം. ഓക്കെ, സോ നമുക്കത് ഉള്ളി ഒന്ന് പെട്ടെന്ന് മുക്കാനായിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, ഈ ഉള്ളി ഒന്ന് നമുക്ക് പെട്ടെന്ന് സോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും അറിയുന്നൊരു പൊടിക്കൈയാണ്. എന്നിരുന്നാലും നമ്മൾ ബിഗിനേഴ്സായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിലും കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കിത് ഉപകരിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ദാറ്റ്സ് ഓൾ. ഓക്കെ, നമ്മുടെ ഉള്ളി ഇപ്പം ഏകദേശം സോട്ടായിട്ടുണ്ട്. ഒരുപാട് സോട്ടായിട്ടില്ല, ബട്ട് സ്റ്റിൽ ഏകദേശം ആ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ നമുക്ക് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഈ സമയത്ത് എൻ്റെ പാനിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓയിലുണ്ട്, ആവശ്യത്തിന് ഓയിലുണ്ട്. അപ്പോൾ ഈ ഓയിലിൽ തന്നെ ഇതിങ്ങനെ കിടന്ന് ആവുന്ന സമയത്ത് ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഓയിലില്ല നിങ്ങളുടെ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഓയിൽ നിങ്ങൾ ഒന്ന് തൂടി കൊടുത്തതിന് ശേഷം അത് ഹീറ്റ് ആയതിന് ശേഷം മാത്രം ക്യാപ്സിക്കം ഇടാം. എൻ്റെ പാനിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ഓയിലുണ്ട്. സോ ആ ക്യാപ്സിക്കം ആ ഓയിൽ കിടന്നാവുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ ആ ഓയിലിൽ കിട്ടും. സോ അത് നമ്മുടെ കറിക്ക് വല്ലാതെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഓക്കെ, അതിൽ ഞാനിവിടെ വേറൊരു ചട്ടിയില്ല, നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതൊരു മീഡിയം ഫ്ലെയിമിലല്ല, അതൊരു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മുടെ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ സമയത്ത് നമ്മുടെ ഓയിൽ ഏകദേശം ഹീറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് കോളിഫ്ലവർ ഇട്ട് തുടങ്ങാം. ഞാനിവിടെ അധികം ഓയിൽ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണും ഞാൻ ഈ ഒരു ചട്ടിയുടെ ഒരു 1/4 പോലും ഞാൻ ഓയിൽ എടുത്തിട്ടില്ല. വേറെ ഒന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്രയും കോളിഫ്ലവർ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി അത് മസാല എല്ലാം ഇതാക്കിയിട്ട് ഞാനത് ഫ്രീസറിൽ വെക്കും. പിന്നീട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് മോൾക്ക് ഇത് വെറുതെ ഫ്രൈ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ലഞ്ച് ബോക്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനത് സൈഡിൽ ചെറിയൊരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റി പറയുന്നത് ഇതും ഇതുപോലത്തെ നമ്മൾ 2 പോർഷനായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിൽ മുഖത്തോ എല്ലാം ചിന്നാതെ ശ്രദ്ധിക്കണം. വേറെ ഒന്നുമല്ല, എൻ്റെ മുഖത്ത് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് സ്പിൽ ഔട്ടായി, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളി ഏകദേശം കണ്ടോ ഈ ഒരു പരുവത്തിൽ നല്ല രീതിയിൽ ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം ഉള്ളി എല്ലാം ഏകദേശം ഈ ഒരു നല്ല ബ്രൗൺ കളറായിട്ട് നല്ല രീതിയിൽ ഡീപ്പ് ഫ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ നമുക്കൊന്ന് സോട്ടായി വരുന്നത് വരെ നമ്മളിതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ മഞ്ചൂരിയൻ ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്തതിൽ കുറച്ചൊന്ന് കരിഞ്ഞു പോയോ എന്നൊരു സംശയം. ഓക്കെ, സാരില്ല, ഞാനത് വീഡിയോയും ഇതും കൂടെ ആവുമ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ടാണ് ആ ഫ്ലോസൊക്കെ ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ കോളിഫ്ലവർ ഇപ്പം കണ്ടോ ഈ ഒരു രീതിയിലാണ് ആയിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് മുരിഞ്ഞിട്ടുമില്ല എന്നാൽ മുരിഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു ഫ്ലേവറിൽ നമുക്ക് നമ്മുടെ ഇതിലോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കറിയിലോട്ട് ഡയറക്റ്റ് ഞാനെടുത്ത് ആഡ് ചെയ്യാണ്. സോ ഇപ്പം ഞാൻ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഇതാണ്. ഇനി ഞാൻ എൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാണ്. അപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം, നല്ല രീതിയിലുള്ള ചൂടുവെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ, ഈ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പുള്ള ഗ്രേവിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയാണ് ഈ കറി വേണ്ടത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ബ്രെഡൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. പക്ഷേ ഇതൊരു ചപ്പാത്തിക്കൊക്കെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചപ്പാത്തിക്ക് ഹസ്ബൻഡിനും എനിക്കും ഏകദേശം ഇങ്ങനെ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് വേണം എന്നാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം കുറച്ച് ആവശ്യത്തിന് ചുടുവെള്ളം ആഡ് ചെയ്തു. ഇത് ഒന്ന് ഈ ഗ്രേവിയിൽ നമ്മൾ വറുത്ത് വെച്ച കോളിഫ്ലവറും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ കിടന്ന് ഒന്ന് ഒരു 2 to 3 മിനിറ്റ്സ് ഇതൊന്ന് ജസ്റ്റ് ബോയിൽ ആയതിനു ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി ആവും കേട്ടോ. ഇത്രയും എളുപ്പമാണ്. ഇതെൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത്ത് പോലെ തോന്നുമെങ്കിലും ഇത്രയും ഈസിയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട്. ഒരു വെറൈറ്റി
ഗോബി മഞ്ചൂരിയൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റും കിട്ടും, എന്നാൽ ഒരു നാടൻ ടച്ചും ഉണ്ട്. അങ്ങനത്തെ കറികളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് ആയിക്കോട്ടെ. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ട്. നിങ്ങളത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇടുക. ഓക്കെ, കുറവുന്നുണ്ട്. പിന്നെ അടുത്ത എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കുറച്ച് പഞ്ചസാര. ഏത് കറി ഉണ്ടാക്കുമ്പോൾ നമ്മളതിലൊരു കുറച്ചൊരു രീതിയിൽ, ഈ ഒരു സ്പൂൺ രീതിയിൽ പഞ്ചസാര കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഈ ഒരു രീതിയിൽ നമ്മൾ പഞ്ചസാര ഇടുകയാണെങ്കിൽ ഏതൊരു കറിക്കാണെങ്കിലും കേട്ടോ നമ്മുടെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യും. ഓക്കെ, അതൊരു ചെറിയൊരു കുടിക്കലാണ്. സോ ഇവിടെ എൻ്റെ ഗ്രേവി തിളച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എൻ്റെ കറി വേണ്ടത്. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിച്ച് എൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് നല്ലൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി ജസ്റ്റ് ഒരു മല്ലിയിലയും കുറച്ച് ബട്ടറൊക്കെ ഇട്ട് ജസ്റ്റ് ഗാർണിഷ് ചെയ്തു. അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ഗോബി മഞ്ചൂരിയൻ റെഡിയായി. ഇതൊരു നാടൻ ഗോബി മഞ്ചൂരിയൻ ആണ്, നമ്മുടെ പക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മഞ്ചൂരിയൻ അല്ല. നമ്മുടെ കേരള ടച്ചും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടച്ചും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഫ്യൂഷൻ മഞ്ചൂരിയൻ തന്നെ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്തെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എല്ലാം നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്കായിട്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും മെൻഷൻ ചെയ്യണം. അത് ഞാൻ എൻ്റെ ഫർദർ വീഡിയോസിനായിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക്. സോ എനിക്ക് അതിൻ്റേതായ ഫീഡ്ബാക്സും കമൻസ് എല്ലാം വരണം. അപ്പോൾ എൻ്റെ ഈ മഞ്ചൂരിയൻ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.